നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടീം സെലക്ഷന്റെ കാര്യത്തിൽ ഇരുവർക്കുമിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏറ്റവും അവസാനമായി അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്ത ചാമ്പ്യൻസ് ട്രോഫി ടീമുമായി ബന്ധപ്പെട്ടും ഇരുവർക്കുമിടയിൽ വാക്പോര് നടന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഗംഭീർ ആവശ്യപ്പെട്ട ചില കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്താൻ അഗാർക്കർ തയ്യാറാകാത്തതാണ് ഇവർക്കിടയിലുള്ള തർക്കത്തിന് കാരണം. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തണമെന്നുമായി ബന്ധപ്പെട്ട അഗാർക്കറിനും ഗംഭീറിനുമിടയിൽ ശക്തമായ വാക്പോര് നടന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത്. ശ്രേയസ് വേണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടപ്പോൾ വേണ്ട എന്ന നിലപാടായിരുന്നു അഗാർക്കറിന് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉടച്ചു വാർത്ത് മികച്ചൊരു ടീം കോമ്പിനേഷൻ ഒരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കോച്ച് ഗൗതം ഗംഭീർ ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറുടെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. തനിക്ക് താല്പര്യമില്ലാത്ത ചിലരെ അഗാർക്കർ തഴയുമ്പോൾ തൻ്റെ ഗെയിം പ്ലാനുമായി യോജിക്കുന്നവർ ഉറപ്പായും ടീമിൽ വേണമെന്ന അഭിപ്രായമുള്ളയാളാണ് ഗംഭീർ. ഈ ഒരു കാരണത്താൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനെ പിന്നോട്ടടിപ്പിക്കുന്ന വില്ലനാണ് അഗാർക്കർ എന്ന് നിസ്സംശയം ഇപ്പോൾ പറയാം. കോച്ചും മുഖ്യ സെലക്ടറുമായുള്ള മികച്ചൊരു കെമിസ്ട്രി ഏത് ടീമിൻ്റെയും വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ നേരത്തെ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിച്ചവരായിട്ടും ഗംഭീറിനും അഗാർക്കറിനും ഇടയിൽ ഇത്തരം ഒരു കെമിസ്ട്രി ഇല്ല എന്നത് നിരാശാജനകമാണ്. അജിത് അഗാർക്കർ മുഖ്യ സെലക്ടറായി വന്ന ശേഷം ആദ്യമായി പണി കൊടുത്തത് സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയ്ക്കാണ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ 2 ഫോർമാറ്റുകളിലും ടീമിൻ്റെ പുതിയ നായകൻ്റെ റോളിലേക്ക് അദ്ദേഹം ഫേവറേറ്റ് ആയിരുന്നു. T20യിലും ഏകദിനത്തിലും ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും ഹാർദിക്കായിരുന്നു. പക്ഷേ അഗാർക്കർ മുഖ്യ സെലക്ടറായി എത്തിയതോടെ എല്ലാം തകിടം മറിഞ്ഞു. രോഹിത് ശർമ്മ വിരമിച്ചപ്പോൾ ഹാർദിക്കിനെ T20യിൽ സ്ഥിരം ക്യാപ്റ്റനാക്കിയില്ല എന്ന് മാത്രമല്ല വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പോലും നീക്കുകയും ചെയ്തു. പകരം സൂര്യകുമാർ യാദവിനെയാണ് അഗാർക്കർ പുതിയ T20 ക്യാപ്റ്റനാക്കിയത്. ഹാർദിക്കിനെ അപ്രതീക്ഷിതമായി ഒതുക്കിയ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തെ പല മുൻതാരങ്ങളും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശേഷം അടുത്ത പണി കിട്ടിയത് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടത്. പക്ഷേ അജിത് അഗാർക്കർ ഇതിനോട് യോജിച്ചില്ല. ഋഷഭ് പന്ത് മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട ടീം സെലക്ഷൻ യോഗത്തിൽ ഗംഭീറും അഗാർക്കറും തമ്മിൽ ചൂടേറിയ വാഗ്വാദവും നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഒടുവിൽ ഗംഭീറിന്റെ അഭിപ്രായം മാനിക്കാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കൂടി പിന്തുണയോടെ ഋഷഭിനെ ടീമിലെടുക്കുകയും ചെയ്തു. ഇതേ യോഗത്തിൽ തന്നെയാണ് ശ്രേയസ് അയ്യരും ടീമിൽ വേണ്ട എന്ന് അഗാർക്കർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇതിനെയും ഗംഭീർ എതിർത്തു. ശ്രേയസ് അയ്യർ ഉറപ്പായും ടീമിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം വാദിക്കുകയായിരുന്നു. ഒടുവിൽ അഗാർക്കർ ഇതിന് സമ്മതം മൂളി. ഗംഭീറിന്റെ തീരുമാനം ശരിവച്ചാണ് ഇംഗ്ലണ്ടുമായുള്ള അവസാന ഏകദിന പരമ്പരയിൽ 4ാമനായി ശ്രേയസ് അയ്യർ കസറിയത്. 3 കളിയിൽ നിന്ന് 2 ഫിഫ്റ്റികൾ താരം അടിച്ചെടുക്കുകയും ചെയ്തു.